ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. നിങ്ങൾ എല്ലാവരും RRB ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരാണെന്ന് കരുതുന്നു. അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് RRB ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം വന്ന് നിങ്ങളെല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആ ഒരു പഠിത്തത്തിൻ്റെ ട്രാക്കിലേക്ക് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ പഠിക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരുപാട് നെഗറ്റീവ്സ് നമ്മുടെ ഉള്ളിലേക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചുറ്റും ഒരുപാട് നെഗറ്റീവ്സ് ആയിരിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ്സ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു എക്സാമിന് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകും. അതിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് നിങ്ങളുടെ യോഗ്യത. യോഗ്യത പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ ഒരു ഉയർന്ന യോഗ്യത എത്രയും ആവാമല്ലോ. അപ്പോൾ ഡിഗ്രിക്കാർ എഴുതുന്നുണ്ടാവും, പ്ലസ് ടുക്കാർ എഴുതുന്നുണ്ടാവും. ഇതിന് മിനിമം യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, ഓൾ ഓവർ ഇന്ത്യ അല്ലേ, ഓൾ ഓവർ ഇന്ത്യയാണ് ഈ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്, ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ യോഗ്യത വെച്ച് എനിക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എന്നേക്കാൾ യോഗ്യതയുള്ള ഡിഗ്രിക്കാരും PGക്കാരൊക്കെ ഈ എക്സാം എഴുതുന്നുണ്ട്, അവരുടെയൊക്കെ ഒരു നോളജ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടോ എന്നൊക്കെ പലർക്കും തോന്നി തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ അവരുടെ പഠനം ഭയങ്കര ഡൗൺ ആയിരിക്കും. ആ ഒരു നെഗറ്റീവ് തോട്ട് അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പഠനം വളരെ വീക്കായിരിക്കും. അതുപോലെ തന്നെ പലരും ചിലപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളുകളായിരിക്കും അല്ലേ. മാത്സ് എന്ന് പറയുന്നത് ഈ എക്സാമിനെ സംബന്ധിച്ച് വലിയൊരു ഏരിയ ആണ്. സോ ഈ മാത്സ് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എക്സാം എഴുതിയിട്ട് കാര്യമുണ്ടോ, ഇത് പഠിച്ചെടുക്കാനുള്ള സമയമൊന്നും എനിക്കില്ല, ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ആയിരുന്നു നിങ്ങളുടെ മുന്നിലുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവിടെ പ്രിപ്പറേഷനും ആ രീതിയിൽ വളരെ ഒരു മന്ദഗതിയിലായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ നമ്മുടെ കൂടെ മത്സരിക്കുന്നത് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഓൾ ഓവർ ഇന്ത്യ നമ്മൾ മത്സരിക്കേണ്ടതുണ്ട്, അവരുമായി കോമ്പറ്റീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെ ഈ മാത്സ് നമ്മുടെ ഈ ഒരു എക്സാമിൽ കോർ ഏരിയയാണ്. അതുപോലെ തന്നെ യോഗ്യത വെക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ യോഗ്യതയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ മത്സരിക്കുന്നുണ്ട്. സോ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അത്തരം നെഗറ്റീവ്സ്, ആ യാഥാർത്ഥ്യങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കാതെ നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊരു 10ാം ക്ലാസ് യോഗ്യതയുള്ള എക്സാം ആണ്. അതുകൊണ്ട് തന്നെ ആ ലെവലിലായിരിക്കും എക്സാം എന്ന് പറയുന്നത്. അതായത് ആ ഒരു 10ാം ക്ലാസ് യോഗ്യതയുള്ള ആ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ ആ ലെവലിലായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ എന്ന് പറയുന്നത്. അല്ലാതെ ഡിഗ്രി ലെവലൊന്നും ഒരിക്കലും എന്ത് വരത്തില്ല, ആ രീതിയിലൊന്നും ഒരിക്കലും എന്ത് വരത്തില്ല, ഈ ഒരു എക്സാം വരത്തില്ല. ആ ഒരു ടെൻഷൻ നിങ്ങൾ ഇപ്പോൾ തന്നെ ഫ്രീ ആക്കുക. ക്ലിയർ ആണല്ലോ. അതായത് നിങ്ങൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന പേപ്പറെ അവർ പ്രിപ്പയർ ചെയ്യത്തുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ PYQs എല്ലാം നോക്കി കൃത്യമായിട്ട് പഠിച്ച് ഏതൊക്കെയാണ് ഫോക്കസ് ഏരിയാസ്, മാത്സ് ഏതൊക്കെയാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, നിങ്ങൾ ആ ഒരു പല ഷിഫ്റ്റുകൾ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന്റെ പല ഷിഫ്റ്റുകളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓരോ ടോപ്പിക്സ്, ഇപ്പോൾ ഏതായി മാത്സ് ആയിക്കോട്ടെ GK ആയിക്കോട്ടെ, ഓരോ ടോപ്പിക്കിലും കൃത്യമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ആ ഏരിയാസ് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, നല്ല ടൈം നമ്മുടെ മുന്നിലുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഏരിയയിലെ മാർക്കെല്ലാം സ്കോർ ചെയ്യാൻ പറ്റും. കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഡിഗ്രിയിൽ ആ ഒരു നിങ്ങളെക്കാൾ യോഗ്യതയുള്ള ഡിഗ്രിക്കാരും PGക്കാരൊക്കെ എഴുതുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ലെവലിലുള്ള പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ മാത്സ് വീക്കാണോന്നോ, മാത്സ് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല മാത്സ് പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഇവിടെ നമുക്ക് എക്സും വൈയും വെച്ച് പണ്ട് സ്കൂളിൽ പഠിച്ച പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ഒരുപാട് ട്രിക്സുകൾ ഉണ്ട് മാത്സ് സോൾവ് ചെയ്യാൻ. നമുക്കൊരിക്കലും സ്റ്റെപ്പ് വൈസ് പ്രോബ്ലം ആരെയും കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാത്സ് സ്കൂളിലൊക്കെ ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് വൈസ് എഴുതിയാൽ മാത്രമേ സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ ഇവിടെ നമ്മൾ കറുപ്പിച്ച ആൻസർ അല്ലെങ്കിൽ മാർക്ക് ചെയ്ത ആൻസർ എന്താണ്, ശരിയായാൽ മാത്രം മതി. അത് ചിലപ്പം നിങ്ങൾ പല ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവാം, ചിലപ്പം കറക്കി കുത്തിയതാവാം, എന്തായാൽ പോലും എന്താണ്, ആ ഒരു മാർക്ക് ശരിയായാൽ മതി. സോ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നിങ്ങൾ വിട്ടേക്കുക. ഓക്കെ, മാത്സ് എനിക്ക് പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുമോ, സ്കൂളിൽ തന്നെ ഞാൻ മോശമായിരുന്നു, ഇവിടെ നമുക്ക് ട്രിക്സ് ആണ്. ഓക്കെ, എളുപ്പത്തിൽ ആൻസറിലേക്കുള്ള ട്രിക്സ് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. ഞാൻ മാത്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കാരണം ഇതാണ്. പലർക്കും നമ്മൾ പല കമന്റ്സിലും പറയാറുണ്ട് മാത്സ് ഒരുപാട് ടഫാണ്, പല കുട്ടികളും പറയാറുണ്ട്. സോ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉന്മേഷം നൽകാൻ വേണ്ടിയിട്ടാണ്. അതായത് ഉന്മേഷം നൽകുക എന്ന് പറഞ്ഞാൽ അവരെ ഒന്ന് മോട്ടിവേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് സ്കൂൾ പഠിച്ച പോലെ ഡീറ്റെയിൽ ആയിട്ട് സോൾവ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ട് ട്രിക്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിലും പഠിക്കുന്നുണ്ട്. അത് വെച്ച് സോൾവ് ചെയ്താൽ മതി.
സോ നിങ്ങൾ ഇത്തരം ആ ഒരു യോഗ്യതയെക്കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടേ വേണ്ട. നിങ്ങളോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. അത് നിങ്ങളൊരു സ്പിരിറ്റ് ആയിട്ട് എടുക്കുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള എക്സാം ആണ് നിങ്ങൾ എഴുതുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ അതിൽ ഉണ്ടാവത്തുള്ളൂ. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളെ ചോദ്യപേപ്പർ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അനലൈസ് ചെയ്ത് സോർട്ട് ചെയ്ത് എന്ത് ചെയ്യുക, അത് നന്നായിട്ട് അതിൻ്റെ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ പഠിക്കുക. സോ നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ നമ്മുടെ ക്ലാസ് നമ്മൾ പരമാവധി അവരെന്താണ് നമ്മൾ പഠിക്കുന്ന കാര്യം നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. പലർക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കുന്നുണ്ട്. ഓക്കെ, അവർക്ക് ചിലപ്പോൾ മറ്റുള്ളവരെ സംബന്ധിച്ച് ഒരുപാട് ഐഡിയാസ് ഉണ്ടാവും. പക്ഷേ ഈ പഠിക്കുന്ന കാര്യം എന്ത് ആവണം, എക്സാം ഹോളിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റണം. അതിന് എന്ത് വേണം, നമ്മൾ PYQs നന്നായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഓരോ ഷിഫ്റ്റിലെയും കഴിഞ്ഞ RRB എക്സാമിന്റെ ഓരോ ഷിഫ്റ്റിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൃത്യമായിട്ട് ഓരോ ടോപ്പിക് വൈസ് സോർട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് അവർക്ക് നൽകുന്നുണ്ട്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു PYQമായിട്ട് കൂടുതൽ അവർ എന്താവണം, ടച്ച് ആവണം. എന്നാലേ അവർക്ക് ഞാൻ എന്ത് പഠിക്കണം എന്ത് പഠിക്കണ്ട എന്നവർക്ക് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ് യോഗ്യതയുള്ള ആളാണോ നിങ്ങൾ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് വേണം, നിങ്ങൾ ഒരു ഓൾ ഇന്ത്യ എക്സാം ആണ് എഴുതുന്നത്. ആ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവണം. അതൊരു നെഗറ്റീവ് ആയിട്ടല്ല, ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് ഞാൻ അവരോടാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാനും ആ രീതിയിൽ കോമ്പറ്റീഷൻ കൊടുക്കണം എന്ന രീതിയിൽ ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങളുടെ ഉള്ളിൽ വെക്കണം. ഓക്കെ, RRB ഗ്രൂപ്പ് ഡി എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ഡിപ്പാർട്ട്മെന്റുകൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പ്രൊമോഷൻ സാധ്യതകളും പിന്നീട് നല്ല സാലറി സ്കെയിലിലേക്ക് അവർക്ക് എത്താൻ സാധിക്കും. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിന്റെ ഇമ്പോർട്ടൻസ്, അതായത് പല ബെനിഫിറ്റ്സ് അവർക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ നമുക്കത് സേഫ് ആക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ നമ്മൾ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യണം. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഒരുപാട് നെഗറ്റീവ്സ് കാരണം നമ്മുടെ തലക്ക് ചുറ്റും ഉണ്ടാവും. ഓക്കെ, പ്രത്യേകിച്ച് ഞാൻ പലപ്പോഴും പല ആളുകളിൽ നിന്ന് കേൾക്കുന്ന ഒരു ഇഷ്യൂ ആണ്, അത് എഴുതിയിട്ട് കാര്യമുണ്ടോ, ഓൾ ഇന്ത്യ അല്ലേ, നമ്മളെക്കാൾ യോഗ്യതയുള്ള ആൾക്കാരല്ലേ, നമുക്ക് ഇത്ര മോശമാണ്, നമ്മുടെ മാത്സ് മോശമാണ്, GK മോശമാണ്, GK നമുക്കൊന്നും അറിയത്തില്ല. ഓക്കെ, നമ്മൾ കഷ്ടപ്പെടണം, എന്നാൽ കൂടി നമ്മൾ കൃത്യമായിട്ട് സ്മാർട്ട് സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ നല്ല റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. പഠിക്കാൻ നമ്മുടെ മുന്നിൽ സമയമുണ്ട്. നമ്മൾ കൃത്യമായിട്ട് കുട്ടികളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ഒരു കോമ്പറ്റീറ്റീവ് ക്രാക്കർ നമ്മുടെ ബാച്ചിൽ നമ്മൾ ആദ്യം കുട്ടികളെ പരിചയപ്പെടുത്തിയത് ഈ ഒരു PYQs ആണ്. കാരണം അവർക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ഐഡിയ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും 50% അവർ ഓക്കെ ആയി. പിന്നെ അവർ അത് വെച്ച് കൂടുതൽ നോളജ് അക്വയർ ചെയ്യാണ് വേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ RRB ഗ്രൂപ്പ് ഡി ബാച്ചുമായി ബന്ധപ്പെട്ട് പല ബാച്ചുകൾ റൺ ആണ്. അപ്കമിങ് ബാച്ചസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ RRB ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ്, അതുപോലെ ഈ എക്സാം പാറ്റേൺസ് നമുക്ക് അത് അറിയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ഉണ്ടാവും ഓരോ ടോപ്പിക്സിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്സ് ആക്കി നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷനായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അതുപോലെ താഴെ കൂടി നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പ് ഡി ബാച്ചസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിൻ്റെ എല്ലാ കാരണവും സ്ട്രക്ചറും ഫീസ് സ്ട്രക്ചറൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. സോ താഴെ കൂടി നമ്മൾ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ ഞാൻ വൺസ് അഗൈൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾക്ക് ഒരുപാടുള്ള സറൗണ്ടിങ്സിൽ ഒരുപാട് നെഗറ്റീവ്സ് തിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ പാടുള്ളൂ. ആ ഒറ്റ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക. ഓക്കെ ആണല്ലോ? സോ ഓൾ ദി ബെസ്റ്റ്.